ഒരു ചെറിയൊരു മോള്, ആ മോളുടെ അനുജൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഓട്ടിസ്റ്റിക് ആയിട്ട് കുറച്ച് തടി അധികമുള്ളൊരു കുട്ടിയാണ് അനിയൻ. അപ്പോൾ ആ അനിയനെ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് അവള് ഒരു കുന്ന് കയറി പോവാ. നല്ലോണം പ്രയാസപ്പെട്ടാണ് പോണത്. കാരണം നല്ല തടിയുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ ഇങ്ങനെ തോളിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത് കണ്ടപ്പോ ഒരാള് ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ ചുമലിലുള്ള ഈ ഭാരം നിനക്ക് താങ്ങാൻ കഴിയുന്നതിലേറെയാണ്. നിനക്ക് താങ്ങാൻ കഴിയുന്നതിലേറെയാണ്. അപ്പൊ അവളിങ്ങനെ ദേഷ്യത്തോടെയാണ് അയാൾ നോക്കുന്നത്. ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഭാരമല്ല, എൻ്റെ അനിയനാണ്. ഇതിനെ ഭാരം എന്ന് വിളിക്കരുത്, ഇതെൻ്റെ അനിയനാണ്. ഒരു കാര്യം ഭാരമില്ലാതെയാകുന്നത് എപ്പോഴാണ്? സ്നേഹം കലരുമ്പോഴാണ്. എപ്പോഴാണോ സ്നേഹമില്ലാതാകുന്നത്, അപ്പോൾ ഭാരം തുടങ്ങും. അല്ലേ? നമുക്കൊരാളോട് സ്നേഹമുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ, അയാൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ, അയാൾക്ക് വേണ്ടി വെയിൽ കൊള്ളാൻ, അയാൾക്ക് വേണ്ടി നമ്മുടെ സമയവും ആരോഗ്യവും ആയുസ്സും മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ അതേ ആളോട് നമുക്ക് സ്നേഹം കുറഞ്ഞാലോ, ആ ചെയ്തു പോയതിലൊക്കെ നമുക്ക് സങ്കടമാവും. വേണ്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാൻ തുടങ്ങും. ഇയാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ പണം, എൻ്റെ ഉറക്കം, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം കൊടുത്തത് എന്ന് നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങും, സങ്കടപ്പെടാൻ തുടങ്ങും. അല്ലേ? ഒരു കാര്യം ഭാരമില്ലാതാകുന്നത് എപ്പോഴാ? സ്നേഹം ഉണ്ടാകുമ്പോൾ. അതാണ് ആ കുട്ടി പറഞ്ഞത്, ഇത് ഭാരമല്ല, എനിക്കിവൻ ഭാരമല്ല, എനിക്ക് ഇവൻ ഭാരമല്ല. കാരണം ഇവൻ എൻ്റെ അനിയനാണ്. എൻ്റെ മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന ഓരോ ആളും ഇവിടെ എത്തിയതിൻ്റെ പിന്നിൽ, ഇങ്ങനെ എൻ്റെ മുന്നിൽ പുഞ്ചിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ, ഇങ്ങനെ സ്നേഹം കാരണം ഒന്നിലും ഭാരമില്ലാതായി മാറിയ കുറേ അച്ഛന്മാരും അമ്മമാരും ബാപ്പമാരും ഉമ്മമാരും, അല്ലെങ്കിൽ മുത്തശ്ശിയോ മുത്തശ്ശനോ, ഇങ്ങനെ ഈ കാണുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് അവരുണ്ടാവും. ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ നിമിഷം മുതൽ ജീവിതം മുഴുവനും അവർ എന്ന ഒരൊറ്റ ബാങ്കിൽ കൊണ്ടുപോയി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ മനുഷ്യന്മാർ. അല്ലേ? ഞാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരു ഭർത്താവാണ് എങ്കിൽ, അങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന നിമിഷം മുതൽ എനിക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും സമയവും ഉറക്കവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളില്ലാതെ വേറെന്തില്ലാതെയും നമ്മൾ പിടിച്ചു നിൽക്കൂലേ? ഒരിക്കൽ വീൽ ചെയറിലിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം ഏതാണ്? ആരോടാ ചോദിക്കുന്നതെന്നറിയോ? ഈ കഴുത്തിൻ്റെ കീഴ്പോട്ട് ഒരു സ്വാധീനവുമില്ലാത്ത ആളുകൾ വരെ അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് മുന്നിൽ. അവരോടാ ചോദിക്കണേ. എന്താ ചോദ്യം? നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം എന്താണ്? എഴുതാനാ പറഞ്ഞത്, പേപ്പർ കൊടുത്തിട്ട്. അവരിൽ അധികം ആളുകൾ എഴുതിയത് എന്താണെന്നറിയോ? ഒരു കൂട്ട്. കൈ പോയാലും മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കും, കാല് പോയാലും അതിലേറെ സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അവരാണ് കൂടുതൽ. കഴുത്തിന് കീഴ്പോട്ട് ഒരു സ്വാധീനവുമില്ലാതെ ജീവിതാനന്ദത്തിന്റെ പുഞ്ചിരിയോടെ കിടക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ലോകത്തുണ്ടാവും. അവരൊക്കെ പിടിച്ചു നിൽക്കും. എന്തില്ലാതെയും നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷേ നമ്മൾ തളരുന്ന സമയത്ത്
നമുക്കിങ്ങനെ ചാഞ്ഞു കിടക്കാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ, നമ്മൾ സങ്കടപ്പെടുന്ന നേരത്ത് നമുക്ക് ഫോൺ ചെയ്യാനൊരു മനുഷ്യനില്ലെങ്കിൽ, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാകണ ഒരു മനുഷ്യനില്ലെങ്കിൽ ജീവിതം വല്ലാതെ വരണ്ടു പോകും അല്ലേ? നിങ്ങളിങ്ങനെ ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ പേരുടെ പിന്തുണയും അവരുടെ അർപ്പണവും അവരുടെ നിസ്സീമമായ സ്നേഹവും യാതൊരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹവും നിങ്ങളിങ്ങനെ അനുഭവിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന ആളാവട്ടെ ആരാവട്ടെ, ഈ പറയുന്ന ആളെ മാത്രമല്ല നിങ്ങൾ കാണുന്നുള്ളൂ അല്ലേ? ഇയാൾ ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ എത്ര മനുഷ്യർ ഇയാളെ സഹായിക്കണം, എത്ര മനുഷ്യരുടെ പ്രോത്സാഹനവും എത്ര മനുഷ്യരുടെ താങ്ങും തണലും തണുപ്പും അനുഭവിക്കണം. നമ്മുടെ തിക്കോടിയിലുള്ള ഒരു മാഷുണ്ടായിരുന്നു, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക ആചാര്യനായിരുന്നു തിക്കോടിയൻ മാഷ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? തിക്കോടിയൻ മാഷിന്റെ ഒരു ആത്മകഥയുണ്ട്, മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല ഓട്ടോബയോഗ്രഫിയിൽ ഒന്നാണ്. കാരണം എന്താണെന്നറിയോ? അതിൽ പറയുന്നത് മുഴുവനും മറ്റുള്ളവരെ കുറിച്ചാണ്. അപ്പൊ ഞാനൊരു ഓട്ടോബയോഗ്രഫി എഴുതി എന്നെ കുറിച്ചല്ലേ പറയാ, എല്ലാം അങ്ങനെയാ. പക്ഷെ തിക്കോടിയൻ മാഷിന്റെ പുസ്തകം അദ്ദേഹത്തെ കുറിച്ചല്ല. പിന്നെ ആരെ കുറിച്ചാണെന്നറിയോ? അദ്ദേഹത്തെ അങ്ങനെ ആക്കിയ മനുഷ്യരെ കുറിച്ചാണ്. കാരണം അതിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? പുസ്തകത്തിന്റെ പേര് തന്നെ രസമാണ്. പുസ്തകത്തിന്റെ പേര് അരങ്ങ് കാണാത്ത നടന്മാർ. അരങ്ങിലുള്ളവരെ നമ്മൾ കാണും, പക്ഷെ അരങ്ങിൽ എത്തുന്നതിന്റെ പിന്നിൽ അരങ്ങ് കാണാത്ത മനുഷ്യന്മാരുണ്ട്, അവരെ കുറിച്ചാണ് പുസ്തകം. എല്ലാ മനുഷ്യന്റെയും ആത്മകഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ പേരാണത് അല്ലേ? ഏതൊരു മനുഷ്യന്റെയും ആത്മകഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ പേരാണ് ഒരു പെൻസിലിന്റെ സ്റ്റോറി ഉണ്ട്. ഞാൻ ആ സ്റ്റോറി ഒന്നും പറയണില്ല, അതിലെ ഒരു സംഭവം മാത്രം പറയാം. ഒരു പെൻസിൽ ഉണ്ടാക്കിയ ആള് പെൻസിൽ ഇങ്ങനെ കവറിലേക്ക് ഇടും, എന്നിട്ട് അത് കച്ചവടത്തിന് പോകില്ലേ? അങ്ങനെ കവറിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു പെൻസിലിനെ നോക്കിയിട്ട് പറയുന്ന ഒരു കുട്ടിക്കഥയുണ്ട്. പെൻസിലിനെ നോക്കിയിട്ട് അദ്ദേഹം പറയണ 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ പലതും എഴുതും, കഥയും കവിതയും നോവലും വലിയ പുസ്തകങ്ങളൊക്കെ എഴുതുമായിരിക്കും, ഒക്കെ ശരിയാ. പക്ഷേ വെറുതെ നിനക്ക് സ്വയം അതിന് കഴിയൂല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിക്കണം, അയാളുടെ തലച്ചോറിലെ ആശയങ്ങൾ കൈവിരലിലേക്ക് വന്ന് ആ കൈവിരലുകൾ ആ ആശയങ്ങൾക്കൊത്തിങ്ങനെ ചലിച്ച് ആ ചലനങ്ങൾക്കനുസരിച്ച് അക്ഷരങ്ങളായും വരികളായും വാക്കുകളായും മാറിയാൽ മാത്രമേ നിന്നെ കൊണ്ട് കാര്യമുള്ളൂ. രണ്ടാമത്തത് എന്താണെന്നറിയോ? രണ്ടാമതായി പറഞ്ഞു, എപ്പോഴൊക്കെ നിനക്ക് മുറിവുകൾ ഉണ്ടാവുന്നുണ്ടോ, അപ്പോഴൊക്കെയും ആളുകൾ നിന്നെ ഷാർപ്പൻ ചെയ്യുന്നുണ്ടോ, നിനക്ക് മൂർച്ച കൂട്ടുന്നുണ്ടോ, നിനക്ക് നല്ലോണം വേദനിക്കും. കാരണം നിന്റെ തൊലിയാണ് ഇങ്ങനെ പൊളിയുന്നത്, നിനക്ക് വേദനിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കുറച്ചുകൂടെ ബെറ്ററായ ഒരു പെൻസിലായിട്ട് നീ മാറുകയാണ് ചെയ്യുക. എനിക്കൊരു സങ്കടം ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ പ്രതിസന്ധിയെ ഞാൻ നേരിട്ടു. ആ പ്രതിസന്ധി കഴിഞ്ഞു. പ്രതിസന്ധി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ദുർബലനായൊരു മനുഷ്യനായിരിക്കോ, അതല്ല കുറച്ചുകൂടെ ശക്തനായൊരു മനുഷ്യനായിരിക്കോ? അതാണ് പറഞ്ഞു കൊടുക്കണേ. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ആ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം ഉള്ളതിനേക്കാളും ദുർബലനായ വീക്കായൊരു മനുഷ്യനായിരിക്കോ, അതല്ല ഇപ്പം ഉള്ളതിനേക്കാളും കരുത്തുള്ളൊരു മനുഷ്യനായിരിക്കോ? ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒറ്റപ്പെട്ടാൽ ആ ഒറ്റപ്പെടുക എന്നുള്ള അനുഭവം എനിക്ക് ആദ്യം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ദുഃഖവും സങ്കടവും പ്രതിസന്ധിയൊക്കെ ആയിരിക്കും. എന്നാൽ അതിനെ നേരിടാൻ പഠിക്കുന്നതോടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്: ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് മനുഷ്യന് ചിറകുകൾ മുളക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിറകുകൾ മുളക്കും. ഇത്
ഇത് മാധവിക്കുട്ടിയുടെ ഒരു സ്റ്റോറിയിലെ വാക്കാണ്. ഡിവോഴ്സ്ഡായ, വിവാഹമോചിതയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാണ്. അവൾ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സ്വയം പറയാണ്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ചിറകുകൾ മുളക്കുന്നത്. ഒരു സങ്കടത്തിന് ശേഷം നമ്മൾ വീക്കായ ഒരാളായിരിക്കോ, അതല്ല കുറച്ചുകൂടെ പവർഫുൾ ആയൊരു ആളായിരിക്കോ? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ. മൂന്നാമതായി അയാൾ പറഞ്ഞു കൊടുക്കണത് എന്താണെന്നറിയോ? മൂന്നാമതായി അയാൾ പറഞ്ഞു, പെൻസിൽ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ വിചാരിക്കുന്നത് അതിൻ്റെ കളറാണ്. ഇപ്പം ഞാനിവിടെ ഒരു കുറച്ച് പെൻസിൽ വെച്ചിട്ട് ഞാൻ മേഡത്തോട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൻസിൽ എടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കളറുള്ള പെൻസിൽ എടുക്കുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറല്ലേ എടുക്കുക, അല്ലേ? ചില കളറിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ അറ്റൻഷൻ പോവും, അല്ലേ? സത്യത്തിൽ പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ പുറത്തുള്ള മരക്കഷ്ണമാണോ? ആണോ? പിന്നെന്താ? അതിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണ്. ഞാനെന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്നതാണോ? എൻ്റെ ഉള്ളിലുള്ള ആളാ. എന്നെ ലോകത്ത് പരാജയപ്പെടുത്താൻ, ഈ ഭൂമിയിൽ എന്നെ പരാജയപ്പെടുത്താൻ ഒരേ ഒരാൾക്കേ കഴിയൂ, ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്ക്. ലോകം മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞാലും ഈ ഉള്ളിലുള്ള ആളില്ലേ, എന്നെ ശക്തിപ്പെടുത്തിയാൽ, എൻ്റെ കൂടെ നിന്നാൽ ഞാൻ തളർന്നു പോകില്ല. എന്നാൽ ലോകം മുഴുവനും എനിക്ക് അനുകൂലമാണെങ്കിലും ഇയാൾ വീക്കാണ് എങ്കിൽ, ക്യാൻസർ പിടിച്ച് കിടക്കണ, ഒന്നിനും വയ്യാതെ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലുള്ള ആളുകളും കണ്ടിട്ടില്ലേ നിങ്ങൾ? സന്തോഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നിങ്ങൾക്ക് എത്ര ആളെ കാണിച്ചു തരണം? തീരെ വയ്യാതെ കിടക്കുമ്പോഴും ആ മുഖത്ത് നിന്ന് പുഞ്ചിരി മായാത്ത മനുഷ്യരില്ലേ? അതെന്തുകൊണ്ടാ? ഇതൊക്കെ അവർക്ക് വീക്കായിട്ടോ, ഈ കാണുന്നതൊക്കെ വീക്കായി, അസുഖം ബാധിച്ച് പ്രയാസപ്പെട്ടു. പക്ഷെ വീക്കാവാത്തൊരു സാധനം ഉള്ളിലുണ്ട്, അല്ലേ? ഈ ഉള്ളില് ആ സാധനം എങ്ങാനും വീക്കായാലോ, നമുക്ക് പുറത്ത് എത്ര പവർഫുൾ ആയ അവയവങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ശരിയല്ലേ? അല്ലേ? പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? പുറത്തുള്ള മരക്കഷ്ണാണോ? ആണോ? ഉള്ളിലെ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ പിന്നെ അത് എന്താണ്? വെറും ഒരു മരക്കഷ്ണം മാത്രമാണ്. അപ്പൊ ഞാനും നിങ്ങളും എന്താ? ഈ പുറത്തുള്ള എന്തെങ്കിലും സാധനങ്ങളാണോ? ഉള്ളിലുള്ള ആൾ ആരോഗ്യത്തോടു കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ എവിടെയും തോറ്റുപോകില്ല. എത്ര ആളുകളെ കാണിച്ചു തരണം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ. ഒരു മോന്, അവന് ബൈക്ക് ഉണ്ടവൻ, ആ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവന് സ്വിഗ്ഗിയുടെ ഒരു ബാഗ് ഉണ്ട് അവൻ്റെ പിറകിൽ. നിങ്ങൾ കണ്ടോ ആ വീഡിയോ? സ്വിഗ്ഗിയിലെ മറ്റേ ഡെലിവറി ബോയ് ആണ് അവനിങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ ബൈക്ക് ഓടിച്ച് ആ ബൈക്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആളില്ലേ, അവന് 2 കാലുകൾക്ക് സ്വാധീനമല്ല. പക്ഷെ അവന് ജീവിതത്തെ എത്ര ഭംഗിയായിട്ടാണ് നേരിടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. പെണ്ണുണ്ടാക്കിയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്, കൊട ഉണ്ടാക്കിയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാ? പുറത്തെന്തൊക്കെ സംഭവിക്കുന്നെന്നുള്ളതല്ല, ഉള്ളിലുള്ള ഒരാളില്ലേ, ആ ആളാണ് നമ്മൾ. അയാൾ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നുണ്ടോ, നമ്മൾ ഒരാളുടെ മുന്നിലും നമ്മൾ തോൽക്കേണ്ടി വരില്ല. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സന്തോഷമാണോ വേണ്ടത്, അതല്ല സമാധാനമാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയാ? നിങ്ങളെന്താ ഉത്തരം പറയാ? എന്താ പേരെന്താ? രഞ്ജിത്ത്. എവിടെ വീട്? കോവൂര. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, സന്തോഷം വേണോ, സന്തോഷം അതല്ല സമാധാനം വേണോ എന്ന് ചോദിച്ചാൽ സമാധാനം വേണ്ടേ? സമാധാനം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സമാധാനം. ഈ സന്തോഷവും സമാധാനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? പറയുമ്പോൾ മനസ്സിലാവും, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. സന്തോഷവും സമാധാനവും തമ്മിലുള്ള വ്യത്യാസം, സന്തോഷം പുറത്താണ്, സമാധാനം അകത്താണ്.
സമാധാനത്തിന് കുറച്ചുകൂടെ നല്ലൊരു വാക്ക് ശാന്തി എന്നാണ്. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ശാന്തി എന്നാ പറയുക. സമാധാനത്തെക്കാൾ രസമുള്ളൊരു വീടാണ് ശാന്തി. അതെവിടെയാ? ഒരാളുടെ ഉള്ളിൽ. എനിക്ക് വളരെ പരിചയമുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവള് തീരെ വയ്യ. അവൾക്ക് ഇങ്ങനെ വീടിനുള്ളിലൂടെ നടക്കുന്ന സമയത്ത് അവൾ ഒരു പ്രാവശ്യം വീണുപോയി, കാല് തെന്നിയിട്ട് വീണുപോയി. അങ്ങനെ അതിന് ചികിത്സയൊക്കെ നോക്കി, കാലിനാണല്ലോ ചികിത്സിക്കുക. പക്ഷെ ഇവളുടെ ഉമ്മക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ വീഴലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഉമ്മ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നു. അവസാനം മനസ്സിലായി ട്യൂമറാണ്. അവൾ അറിയാതെ അവളുടെ കാലിൽ നിന്ന് ചെരുപ്പ് ഇങ്ങനെ അഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഒരു കോർഡിനേഷനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ട്യൂമറാണെന്ന് മനസ്സിലായി. അവളെ കോയമ്പത്തൂരിൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് അവൾ നമ്മളെ വിളിച്ചു. എന്നിട്ട് പറയണത് എന്താണെന്നറിയോ? അവൾക്ക് 11 മാസമുള്ള ഒരു മോളുണ്ട്. 11 മാസം മാത്രം പ്രായമുള്ള മോളുണ്ട്. അവൾ പറയാം, ഞാനിനി ആശുപത്രിയിലേക്ക് പോയാൽ കുറേ മാസങ്ങൾ അവിടെ നിൽക്കേണ്ടി വരും. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോൾക്ക് എന്നെ മനസ്സിലാവൂലല്ലോ, അവൾ എന്നെ മറക്കൂലേ? ഇത് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. ശരിക്കും കരഞ്ഞു പോയി. അങ്ങനെ ചികിത്സയൊക്കെ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരു മാസത്തോളമായി അവൾ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോണൊക്കെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലെത്തിയപ്പോൾ അവൾ ഫോൺ ചെയ്തിട്ട് പറയണത് എന്താണെന്നറിയോ? അവൾ പറയാണ്, ഇന്നലെ എൻ്റെ മോള് വന്നിരുന്നു, എൻ്റെ മോളെയും കൊണ്ട് ഉമ്മയൊക്കെ വന്നിരുന്നു. എൻ്റെ മോൾക്ക് എന്നെ മനസ്സിലാവണില്ല. പടച്ചോന് സ്തുതി. അവൾക്ക് എങ്ങാനും എന്നെ മനസ്സിലായാല് അവൾക്ക് സങ്കടാവൂലേ? അവൾക്ക് എന്നെ അറിയുന്ന പോലും ഇല്ല. ഇങ്ങനെ ഒരാളെ അവൾക്ക് പരിചയമില്ല. പടച്ചോനോട് എനിക്ക് വല്ലാത്ത നന്ദി തോന്നി, എനിക്ക് വല്ലാത്ത സമാധാനം തോന്നി. എന്താ സമാധാനം? അത് നിങ്ങൾ ഞാനോ പുറത്ത് തിരയുന്നുണ്ടോ? പുറത്തുനിന്ന് തിരയുന്നുണ്ടോ? അത് കിട്ടാൻ പോണില്ല. കിട്ടുമായിരിക്കും, താൽക്കാലികമായിട്ട് കിട്ടും. പക്ഷെ ഈ സമാധാനമാണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ? ആ മനുഷ്യൻ അനുഭവിക്കണ ഒരു സ്വസ്ഥതയുണ്ട്. എനിക്ക് സമാധാനമില്ല എങ്കിൽ എനിക്കിങ്ങനെ സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ കഴിയോ? നിങ്ങൾക്ക് സമാധാനമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഭരണാധികാരിയാകാൻ കഴിയോ? ഒരു നല്ല ബിസിനസ്സുകാരനാകാൻ കഴിയോ? ഒരു മുഖ്യമന്ത്രി അയാളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് നന്നായി ഭരിക്കാൻ കഴിയോ? ഒരു പോലീസ് ഓഫീസർക്ക് നന്നായി പെരുമാറാൻ കഴിയോ? ഒരു എഞ്ചിനീയർക്ക് അയാളെ ജോലി ചെയ്യാൻ കഴിയോ? സമാധാനം എന്ന് പറയണത് എന്താ? നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചെടി നനയ്ക്കുന്ന സമയത്ത് എവിടെയാ വെള്ളം നനയ്ക്കുക? ഇലയിലാണോ വെള്ളം നനയ്ക്കുക? അല്ലല്ലോ. പിന്നെയോ വേരില് വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? ആ വെള്ളം എല്ലായിടത്തേക്കും എത്തും അല്ലേ? ആ വേരാണ് നമ്മുടെ ഫാമിലി, കുടുംബം. ആ വേരിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കേണ്ടത്. ആ വേരിന് വെള്ളം കൊടുത്താലേ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയുള്ളൂ, എനിക്കൊരു നല്ല സാമൂഹിക ജീവിയാവാൻ പറ്റുള്ളൂ, എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനോ സാമൂഹ്യ പ്രവർത്തകനോ ബിസിനസ്സുകാരനോ എന്താവാനും പറ്റുള്ളൂ. സമാധാനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഞാൻ സ്റ്റോറി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഒരു രാജ്യത്ത് വലിയൊരു ചിത്രരചനാ മത്സരം നടക്കുകയാണ്. ചിത്രരചനാ മത്സരത്തിൻ്റെ പ്രത്യേകത, അതിന് വലിയ സമ്മാനമാണ്, പൈസയാണ് സമ്മാനം. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾ അതിൽ പങ്കെടുത്തു, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആ ചിത്രരചനയുടെ വിഷയം എന്താണെന്നറിയോ? ഏത് വിഷയത്തിലാണ് ചിത്രം വരയ്ക്കേണ്ടത്? സമാധാനം. സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ചിത്രങ്ങളില്ലേ? നല്ല തെളിഞ്ഞ ആകാശം, പച്ചപ്പുള്ള ഒരു സ്ഥലം, അവിടെ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന പുഴ, ഇങ്ങനെ പക്ഷികളൊക്കെ പറക്കുന്നു, വളരെ സമാധാനമായ ഒരു സ്ഥലം. കണ്ടോ, അവിടെ ഒരു പക്ഷിയുണ്ട്. കണ്ടോ നിങ്ങൾ? എന്താ അവിടെ ഒരു പക്ഷി അവിടെ കൂട് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ പറയണൊക്കെ കേൾക്കുന്നുണ്ട് ആള്. കണ്ടില്ലേ? ഇതാ അവിടെ മൂപ്പരെ കുറിച്ചാണ് ഈ സ്റ്റോറി. അപ്പോൾ സമാധാനത്തിൻ്റെ വിഷയത്തിൽ കുറേ ആള് ചിത്രം വരച്ചു. ഇതേപോലത്തെ ചിത്രങ്ങളാണ് വരച്ചത്. ശാന്തമായ കുറേ ചിത്രങ്ങൾ, സ്ഥലങ്ങളൊക്കെ ഉള്ള.
അങ്ങനെ കുറേ ചിത്രങ്ങൾ വന്ന്, കുറേ എൻട്രി വന്ന്, അതൊക്കെ വലിയ ചിത്രകാരന്മാരിങ്ങനെ പരിശോധിച്ച് അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ട് പ്രഖ്യാപിച്ചത്, ആ റിസൾട്ടിന്റെ പൈസ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ചിത്രം കാണാൻ വേണ്ടി വന്ന്, ഒന്നാം സമ്മാനം കിട്ടിയ ചിത്രമില്ലേ, ആ ചിത്രം കാണാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണെന്നറിയോ? ഒരു സമാധാനം ഇല്ലാത്തൊരു ചിത്രം. അതിൽ തെളിഞ്ഞ ആകാശമില്ല, പച്ചപ്പുള്ള സ്ഥലമില്ല, ഒഴുകുന്ന നദിയില്ല, പച്ചപ്പുള്ള മരങ്ങളില്ല, ഒന്നുമില്ല. പകരം പിന്നെ എന്താണെന്നറിയോ? ഉണങ്ങിയ ഒരു സ്ഥലം, വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലം, വരണ്ട് കിടക്കുന്ന പുഴകൾ, വലിയ പാറക്കെട്ടുകൾ, ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ. അതിനാണ് ഒന്നാം സമ്മാനം. അപ്പൊ ആളുകളൊക്കെ തർക്കിച്ചു, ഇതെന്താ, ഇതിനാണോ സമ്മാനം കൊടുക്കേണ്ടത്? ഇതിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടോ? ഈ ചിത്രത്തിൽ പീസ് ഇല്ലല്ലോ. പീസല്ലേ തീം? ചിത്രരചനയുടെ വിഷയം തന്നെ പീസാണ്, സമാധാനം. അതില്ലല്ലോ എന്നെല്ലാവരും പരാതിപ്പെട്ടപ്പോൾ വല്ലാതെ പരാതിപ്പെടുന്ന ഒരാളെ ഇങ്ങനെ വിളിച്ചു. ആര്? ഈ റിസൾട്ട് പ്രഖ്യാപിച്ച ആളില്ലേ, വലിയ ചിത്രകാരനാണ്. അയാൾ ഇങ്ങനെ വിളിച്ചു. അപ്പൊ അയാൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വന്നു. എന്നിട്ട് ആ ചിത്രം ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറഞ്ഞു. അടുത്തുനിന്ന് കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, വരണ്ട് കിടക്കുന്ന സ്ഥലമാണ്, ഉണങ്ങി നിൽക്കുന്ന മരമാണ്, വറ്റിക്കിടക്കുന്ന പുഴയാണ്, വലിയ പാറക്കെട്ടുകളുമാണ്. പക്ഷേ ആ പാറക്കെട്ടിൻ്റെ താഴെ ഒരു ചെറിയ തണലുണ്ട്. ഒരു ചെറിയ തണലുണ്ട്. ആ തണലിൽ ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട്. ആ പക്ഷി ആ ചെറിയ കൂട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു. ഇതാണ് സമാധാനം. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതിൻ്റെ പേരല്ല അത്. പറയണ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അപ്പോൾ ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിൻ്റെ പേരല്ല അത്. അപ്പം എന്തായാലും ഉണ്ടാവില്ലേ? പുറത്തുള്ള കാര്യങ്ങളൊന്നും അത്ര ഓക്കെ അല്ലെങ്കിലും ഒരാളുടെ ഉള്ളിലുണ്ടാകണ നിലനിൽക്കുന്ന പ്രത്യാശയുടെയും നിലനിൽക്കുന്ന ശാന്തിയുടെയും പേരാണ് സമാധാനം. അത് വെറുതെ കിട്ടൂല. ചിലപ്പോൾ മനുഷ്യന്മാരത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്മാര് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ വേണം, അല്ലേ? മനുഷ്യന്മാർ പറ്റിക്കും, മനുഷ്യന്മാർ ചതിക്കും, മനുഷ്യന്മാർ പാതി വഴിയിൽ ഉപേക്ഷിക്കും, മനുഷ്യന്മാർ വേദനകൾ തരും, ഒക്കെ തരും. അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ വായിച്ച പുസ്തകങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അതിൽ ആശ്രയം ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള അറിവുകളൊന്നും നമുക്ക് ആശ്വാസം തരൂല. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? വേണ്ടേ? എങ്ങനെ പിടിച്ചു നിൽക്കും? വല്ലാതെ പേടിക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും? വല്ലാതെ സങ്കടമാകുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും? അതിനൊരാൾ വേണം. ഒരു കുട്ടിയൊരു നൂലിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കുക, നൂലിൽ പിടിച്ചിട്ട് എന്തിനാ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? ആ കുട്ടി പറഞ്ഞത് നൂലല്ല, ഇത് പട്ടമാണ്. പട്ടം കാണുന്നില്ലല്ലോ. കാണുന്നു വേണ്ട, എനിക്കറിയാം ഈ നൂലിന്റെ അറ്റത്ത് പട്ടമുണ്ട്. നമ്മൾ കാണുന്നൊന്നുമില്ല, പക്ഷെ ഒരാളുണ്ട്. അവളെ റമി എന്ന് അവളെ വിളിക്കുക. അവൾ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഇന്റേൺഷിപ്പിന് വേണ്ടി ഞങ്ങൾ വയനാട്ടിലായിരുന്നു 2 മാസം. അപ്പം അവൾ മാത്രമായിരുന്നു. മോന് നാട്ടിലായിരുന്നു, മലപ്പുറത്തായിരുന്നു. അവന് സ്കൂളൊക്കെ ഉണ്ടായത്. ഒരു ദിവസം അവൻ പറഞ്ഞു, എനിക്ക് വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരണം, ബസ് കയറിയിട്ട് ഒറ്റയ്ക്ക് വരണം. 10 വയസ്സേ ഉള്ളൂ. അപ്പം അവൻ്റെ സാഹസികത, ആദ്യമൊക്കെ ഞങ്ങൾ സമ്മതിച്ചില്ല, അവസാനം ഞങ്ങൾ സമ്മതിച്ചു, ഇന്ന് ഒറ്റയ്ക്ക് വന്നോളൂ. അങ്ങനെ അവളുടെ റമിയുടെ ഉപ്പ ഉണ്ട്, അബി എന്നാണ് വിളിക്കുക. അപ്പം അബി അവനെയും കൊണ്ട് KSRTC ഡിപ്പോയിലേക്ക് പോയി വയനാട് ബസ്സൊക്കെ കണ്ടുപിടിച്ച് ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ സംസാരിച്ച് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള സീറ്റിലൊക്കെ ഇരുത്തി ഇവനെ വിട്ട്. നമ്മളവിടെ കൽപ്പറ്റയിൽ ഇവനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ബസ് അവിടെ എത്തുന്നത് വരെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ കൽപ്പറ്റ വന്ന് അവൻ ബസ് ഇറങ്ങിയൊരു നിമിഷം വല്ലാത്തൊരു നിമിഷമായിരുന്നു. അവനുണ്ടായൊരു ധൈര്യവും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവനൊരു കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല.
അവൻ അറിയാത്തൊരു രഹസ്യമുണ്ട്. അതെന്താണെന്നറിയോ? ആ ബസ് കൽപ്പറ്റയിൽ സുരക്ഷിതമായി എത്തുന്നത് വരെ ആ ബസ്സിൻ്റെ പിറകെ ഒരു ബൈക്കുണ്ടായിരുന്നു. മലപ്പുറം മുതൽ കൽപ്പറ്റ വരെ 62 വയസ്സുള്ളൊരു മനുഷ്യൻ അയാളുടെ ബൈക്കിൽ ആ ബസ്സിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഇതേപോലെ അമ്മയുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകണമെന്ന് ആഗ്രഹിച്ച് അച്ഛൻ അവനെ ട്രെയിനിൽ കയറ്റി വിടുന്ന സമയത്ത് അച്ഛൻ അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് അവൻ്റെ കീശയിലിട്ടിട്ട് പറഞ്ഞു, മോന് വല്ലാതെ പേടി വരുന്ന സമയത്ത് മാത്രം ഈ പേപ്പർ എടുത്തിട്ട് വായിക്കണം, അല്ലെങ്കിൽ വേണ്ട, നീ മറന്നേക്കൂ. അവനത് മറന്നു. അവൻ യാത്രയൊക്കെ ആസ്വദിച്ച് വളരെ രസമായിട്ട് പോകുന്നതിനിടയിലാണ് ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ആ ബോഗിയിൽ അവൻ ഒറ്റക്കായി പോയി. പിന്നെ അതിലേക്ക് കയറി വരുന്ന ആളുകളില്ലേ, അവന് പേടി തോന്നുന്ന ആളുകളാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ വില്ലന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് കയറി വരുന്നത്. അതേപോലത്തെ അപ്പിയറൻസ് ഉള്ള ആളുകൾ. ഇവനാകെ പേടിയായി. ഇവന് ആകെ വിറക്കാൻ തുടങ്ങി. ആ സമയത്താണ് അവൻ അച്ഛൻ കീശയിലിട്ട പേപ്പറിനെ കുറിച്ച് ആലോചിച്ചത്. അവൻ ആ പേപ്പർ ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ആരും കാണാതെ ഇങ്ങനെ വായിച്ചു. എന്താ എഴുതിയെന്നറിയോ? മോന് നല്ല പേടിയുണ്ടല്ലേ? പേടിക്കണ്ട കേട്ടോ, തൊട്ടു പിറകിലെ ബോഗിയിൽ അച്ഛനുണ്ട്. എന്താണ് പടച്ചോൻ എന്ന അനുഭവം? ഈശ്വരൻ എന്ന അനുഭവം നിങ്ങൾക്ക് എന്താണ്? ഇതാണ്. പിന്നാലെ പിന്തുടരുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹാനുഭവത്തിൻ്റെയും പേരാണ് പടച്ചോൻ. മനുഷ്യന്മാരെ നമുക്ക് വേദനകളോ ഉപേക്ഷിക്കലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ തരും. പക്ഷെ പടച്ചോൻ ഉണ്ടാക്കി തരുന്ന ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ശാന്തിയുണ്ട്. അതെങ്ങനെ പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയില്ല. അത് അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് അനുഭവിക്കാൻ കഴിയേണ്ട ഒന്നാണ്, അത് പറയാൻ കഴിയുന്ന ഒന്നല്ല, അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ സംസാരത്തിൻ്റെ അവസാനത്തെ വാക്കാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ, അല്ലേ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അറിഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും സൂം ചെയ്ത് നോക്കാറുള്ളത് എന്താ? നമ്മുടെ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാറുള്ളത് എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതായിരിക്കും നോക്കുക. മുഖത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് സൂം ചെയ്യുക, അല്ലേ? വേറെ ആരെങ്കിലും അത് നോക്കുന്നുണ്ടാവുക? നമ്മളല്ലാതെ വേറെ ആരെങ്കിലും അത് നോക്കുന്നുണ്ടാവുമോ? ഉണ്ട്. ആരാ? നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ. അയാൾ നോക്കും. അയാൾ നോക്കുന്നത് എങ്ങനെയാ? ഏറ്റവും സ്നേഹത്തോട്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ, കാരുണ്യമുള്ള സ്നേഹം, കാരുണ്യമുള്ള സൗഹൃദം, കാരുണ്യമുള്ള സുഹൃത്തുക്കൾ, കാരുണ്യമുള്ള സ്നേഹം തരുന്നവർ, കാരുണ്യമുള്ള കുടുംബക്കാർ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ഒരു ഫാദറാണ്, പള്ളിയിലെ ഫാദറാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം മാനന്തവാടിയിലേക്ക് ബസ്സിൽ പോവാണ്, KSRTC-യിൽ. രാത്രിയാണ്. അപ്പം ചുരം കയറുന്ന സമയത്ത് ബസ്സിലൊരാൾ ഛർദ്ദിച്ചു. അയാൾ ഛർദ്ദിച്ചതോടുകൂടി എല്ലാ ആളുകളും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി. അയാൾ മാത്രം ആ സൈഡിൽ. അപ്പം അച്ഛൻ കുറേ പിറകിലായിരിക്കണം. അച്ഛൻ ആ സീൻ ഇങ്ങനെ കാണുകയാണ്. അച്ഛൻ പറയും, ആരും അയാളെ നോക്കുന്നില്ല. എല്ലാവരും അയാളെ അറപ്പോടുകൂടി നോക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്ന് അയാൾക്ക് വെള്ളം കൊടുക്കുന്നു, അയാളുടെ പുറത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നു, അവിടെ പേപ്പർ ഇട്ട് കൊടുക്കുന്നു, അയാളെ ആശ്വസിപ്പിക്കുന്നു, അയാളെ കംഫർട്ടാക്കുന്നു. കൊണ്ടുവന്ന് കൊടുക്കുന്ന വെള്ളമില്ലേ, ഇയാൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ആ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. ഇതാരാന്നറിയോ ഈ ചെയ്യണത്? ആ ബസ്സിലെ കണ്ടക്ടർ. ചെറുപ്പക്കാരനായ ഒരാളാണ്. അച്ഛൻ ഇതിങ്ങനെ കാണുകയാണ്. അപ്പൊ അച്ഛന് തോന്നി അയാളുടെ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം. അച്ഛന് അങ്ങനെ തോന്നി, അയാളെ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം എന്ന്. പക്ഷെ അച്ഛനൊരു നാണം, എല്ലാവരും കാണൂല എന്നൊക്കെ വിചാരിച്ചു.
അച്ഛൻ അയാളോട് എന്തോ ഒന്ന് പറയണം. ഓക്കെ, അച്ഛന് അയാളോട് എന്തോ ഒന്ന് പറയണം. അങ്ങനെ ബസ് മാനന്തവാടിയിലെത്തി. അച്ഛൻ അയാളിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായി, അയാള് കറുത്തൊരു തുണി ഉടുത്തിട്ടുള്ള ആളാണ്. ശബരിമലയിലേക്ക് പോകാൻ പിന്നെ മാല ഇട്ടിട്ടുള്ള ഒരാളാണ്. ബസ് മാനന്തവാടിയിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അച്ഛനും ആ കണ്ടക്ടറും മാത്രമായി. അച്ഛൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു. അയാളെ തോളിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, ശബരിമലയിലേക്ക് ഒരാൾ പോകുന്നത് എന്തിനാ? അയ്യപ്പനെ കാണാനല്ലേ, അല്ലേ? അച്ഛൻ പറഞ്ഞു, നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ.